അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റയിൽ ഒരു റീൽ കണ്ടിട്ട് ഇൻസ്പയർഡ് ആയിട്ട് കുഴിമന്തി ആക്കാൻ പോവാം. അപ്പോൾ അതെങ്ങനെ ആക്കാൻ നമുക്ക് നോക്കാം. വാ, ആദ്യം നമുക്ക് ചിക്കനെല്ലാം എടുത്തിടാം ഇതിൻ്റെ അകത്തേക്ക്. ഞാനിവിടെ 4 അൽഫാം പീസ് പോലത്തെ 4 ചിക്കനാണ് അവിടെ എടുത്തിട്ടുള്ളത്. ഇപ്പം നമുക്കിനി ഫ്രോക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാം എല്ലാവരും. അപ്പം മസാലയെല്ലാം വേഗം അങ്ങ് ആയിക്കോളും. ഇനി നമുക്ക് കുറച്ച് കറാമ്പൂ, ഏലക്ക, ജീരകം അതൊക്കെ ഇടാം. എന്നിട്ട് പിന്നെ മല്ലി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലി മതി, അധികം മതി. പുതിന, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നല്ലോണം ഇട്ട് കൊടുക്കാം. 3 പച്ചമുളക് എടുത്തിന്, അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളകല്ല, പൊടിയല്ല, കുരുമുളക് അത്രയും. കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം നമുക്ക്. ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മാഗി ക്യൂബ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 4 മാഗി ക്യൂബ് ഇടുന്നേ. കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1.5 ടീസ്പൂൺ ഇട്ട് കൊടുത്തേ. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇതിന് വേണ്ടിയിട്ട്. ഒന്ന് നമുക്കിത് ഫുള്ള് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ചിക്കൻ വെക്കാം. അടുപ്പ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയാൽ മതി. എനിക്കിത് മൂടി വെക്കാം. നമുക്ക് ഇടയ്ക്ക് വന്നിട്ട് ചിക്കൻ വേറെ വെള്ളമൊന്നും ചേർക്കുന്നില്ലല്ലോ, നമുക്ക് ഇനി നടക്കും മറിച്ചും തിരിച്ചിട്ട് കൊടുക്കണം. നമുക്കിനി ചിക്കൻ എടുത്ത് വെക്കാം. ഈ ചിക്കൻ്റെ ഈ ഗ്രേവിയിലേക്ക് 2 മണിക്കൂർ കുതിർത്ത് വെച്ച് ഈ അരി നമുക്ക് അതിലിട്ട് കൊടുക്കാം. അതിനുശേഷം ആ ഗ്രേവിയും ഈ അരിയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കാം, ചൂടുവെള്ളം. അരിൻ്റെ കുറച്ച് മേലെ വരുന്ന രീതിയിൽ കുറച്ച് ചൂടുവെള്ളം നമുക്ക് അതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഇത് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള ഗ്രേവി തയ്യാറാക്കാം. അപ്പം ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ടത്. എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കാം. അപ്പം ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തത്. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാം കളറിന് വേണ്ടിയിട്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടുണ്ട്. അത് ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഇട്ടതാണ്, ഓപ്ഷനാണ്. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി. ഇനി നമുക്ക് ഉപ്പിടാം ആവശ്യത്തിന്. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് തന്നെ എടുക്കാം. പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. ഇനി നമുക്ക് ചിക്കനിലേക്ക് ഈ ഗ്രേവി അങ്ങ് തേച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ പൊരിച്ച ചിക്കൻ ഞാൻ ഇതിൻ്റെ അകത്തെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ചോറ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ദമ്മിന് വെക്കാം. ലോ ഫ്ലെയിമിലാണ് ദമ്മിന് വെക്കേണ്ടത്. അങ്ങനെ നമ്മൾ ദം എല്ലാം ഇട്ട് കഴിഞ്ഞ്
പിന്നെ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പം എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അതിൻ്റെ ചിക്കൻ്റെ അകത്ത് നിന്ന് പീസ് ഇങ്ങനെ എടുക്കാം. ഞാൻ ഉണ്ടാക്കിയിട്ട് പറയുന്നില്ല, നല്ല ടേസ്റ്റ്. പക്ഷെ ചോറ് കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആവാനുണ്ട്. ബാക്കി മസാലയും കാര്യങ്ങളെല്ലാം നല്ല രസമുണ്ട്. സെറ്റാ, ഞാൻ ഉണ്ടാക്കിയിട്ട് പറയുന്നില്ല, സെറ്റാ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.